സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാഫിങ്ങിനെ കുറിച്ച് പഠിച്ചു. എന്താണ് സ്റ്റാഫിങ്, സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്നിനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാഫിങ്ങിൻ്റെ ചില ആസ്പെക്ട്സ്, സംഗതികളുണ്ട്. എന്തൊക്കെ സംഗതികളാണ്? there are three important aspects in the staffing. സ്റ്റാഫിങ്ങിൽ 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റിക്രൂട്ട്മെന്റ്, സെക്കൻഡ് സെലക്ഷൻ, തേർഡ് ട്രെയിനിങ്. ഇതാണ് 3 പ്രധാനപ്പെട്ട ആസ്പെക്ട്സ്. എന്തൊക്കെയാണ്? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്. ഇപ്പൊ ഇതിനെക്കുറിച്ച് ഈ 3 എണ്ണം, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഈ 3 ആസ്പെക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി വിശദമായിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? റിക്രൂട്ട്മെന്റ് ആണ്. എന്താണ് റിക്രൂട്ട്മെന്റ്? It is defined as the process of searching for prospective employees and stimulating them to apply for jobs in the organization. എന്താണ് റിക്രൂട്ട്മെന്റ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, ഇതൊരു പ്രക്രിയയാണ്. എന്ത് പ്രക്രിയ? ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. അതായത് ഒരു സ്ഥാപനത്തിലെ വേക്കൻസികൾക്കനുസരണമായിട്ട് അതിനനുയോജ്യരായ ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയാണ്. സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം. എന്നിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ്. എന്തിന്? ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ ജോബിന്റെ വേക്കൻസികൾ വരുമ്പോൾ ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ എന്ത് പറയാം? ഇതാണ് റിക്രൂട്ട്മെന്റ്. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആൻഡ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. ആദ്യം എന്ത് ചെയ്യും? അതിനനുയോജ്യമായ ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയാണ്, അന്വേഷിച്ച് കണ്ടെത്തുന്നു. ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്നിട്ട് അവരെ എന്ത് ചെയ്യുക? സ്റ്റിമുലേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുകയാണ്, നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനെ എന്ത് പറയും? റിക്രൂട്ട്മെന്റ്. ഐ സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ആസ്പെക്ട്സ് ഉണ്ട്. ഏതൊക്കെയാ? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. അതിലെ റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്, സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. ഇനി സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അടുത്ത എന്താ പറയുക പഠിക്കാനുള്ളത്? സോഴ്സസ് ഓഫ്. ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. എന്തുകൊണ്ട് അതിനെ പോസിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്? അതായത് അപ്ലൈ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും നമ്മൾ സ്വീകരിക്കുകയാണ്. ആരൊക്കെ അപ്ലൈ ചെയ്യുന്നു ആ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതിനെ ഒരു പോസിറ്റീവ് പ്രോസസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജോബ് തരുന്നവരും ജോബ് വേണ്ടവരും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. എനിക്ക് ജോലി വേണമെങ്കിൽ എനിക്ക് ആരാണോ ജോലി തരുന്ന അവരുടെ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അടുത്ത സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഇനി ഇതിന്റെ ഉറവിടം. റിക്രൂട്ട്മെന്റ് നടത്തണമെങ്കിൽ, പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ കണ്ടെത്തണമെങ്കിൽ അതിന്റെ ഉറവിടം എന്തൊക്കെയാണ്? ഏതൊക്കെ ഉറവിടങ്ങളിലൂടെ, ഏതൊക്കെ സോഴ്സിലൂടെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം, അല്ലെ പൊസിഷൻ ഫില്ല് ചെയ്യാം? ഇവിടെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതിന്റെ സ്റ്റെപ്സ്. സോഴ്സസ് എന്ന് പറയുമ്പോൾ വേക്കൻസികൾ കണ്ടെത്തുന്ന മാർഗമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റെപ്സ് ഉണ്ട്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ സോഴ്സ്. ആദ്യം സോഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് അസസ്മെന്റ് ഓഫ് ദ വാലിഡിറ്റി. ഇനി അതിന്റെ വാലിഡിറ്റി എത്രമാത്രം അത് അസസ് ചെയ്യണം. ചൂസിങ് ദ ബെസ്റ്റ് വൺ. ചൂസ് ചെയ്യണം, അതിലേറ്റവും നല്ല സോഴ്സ് ചൂസ് ചെയ്യണം. ഇൻവൈറ്റിങ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവൈറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ സോഴ്സസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഏതാണ് ഉറവിടം? ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു സ്ഥാപനത്തിലെ വേക്കൻസി ഫില്ല് ചെയ്യാം? there are 2 sources of recruitment. 2 സോഴ്സസ് ആണ് ഒരു സ്ഥാപനത്തിലെ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ. അതെ, ഉറവിടങ്ങൾ എന്തൊക്കെയാണ്? 2 തരം. എന്തൊക്കെയാണ്? ഇന്റേണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. ബിസിനസ്സിനുള്ളിൽ നിന്നും നമുക്ക് വേക്കൻസി ഫില്ല് ചെയ്യാം, പുറത്തു നിന്നും നമുക്ക് എന്ത് ചെയ്യാം? വേക്കൻസി ഫില്ല് ചെയ്യാം. അപ്പോൾ ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ബിസിനസ്സിനുള്ളിൽ നിന്നും ആൾക്കാരെ, അപ്പൊ ആ ഒരു ബിസിനസ്സിലുള്ള ആൾക്കാരെ തന്നെ നമുക്ക് ആ വേക്കൻസിയിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ പുറത്തു നിന്ന് എന്ത് ചെയ്യാം? വേക്കൻസികൾ ഫില്ല് ചെയ്യാം. ദ വേക്കന്റ് പൊസിഷൻ ഫിൽഡ് അപ്പ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ഔട്ട്സൈഡ്. ബിസിനസ്സിനുള്ളിൽ നിന്നും ബിസിനസ്സിന് പുറത്തു നിന്നും വേക്കൻസികൾ ഫില്ല് ചെയ്യാം. ബിസിനസ്സിനുള്ളിൽ നിന്നാണെങ്കിൽ അതിനെന്ത് പറയും? ഇന്റേണൽ സോഴ്സ് എന്നും. ബിസിനസ്സിന് പുറത്തു നിന്ന് വേക്കൻസി ഫില്ല് ചെയ്യണ എന്ത് പറയും? എക്സ്റ്റേണൽ സോഴ്സ് എന്നും പറയാം. നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? സ്റ്റാഫിങ്ങിന്റെ ആസ്പെക്ട്സ്. 3 ആസ്പെക്ട്സ് ഇൻ സ്റ്റാഫിംഗ്.
Recruitment, selection and training. എന്താണ് recruitment? It is defined as the process of searching for prospective employees and stimulating them to apply for jobs in the organization. ഒരു സ്ഥാപനത്തിലെ വേക്കൻസികൾക്ക് അനുസരണമായി അതിന് പറ്റുന്ന ആൾക്കാരെ നമ്മൾ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അവരെ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് സോഴ്സസിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാ? ഐഡന്റിഫിക്കേഷൻ, അസസ്മെന്റ്, ചൂസിങ് ആൻഡ് ഇൻവൈറ്റിംഗ്. There are two sources of recruitment. They are first one internal source and second external source. എന്താണ്? the vacant positions will outside and inside the business. Inside the business is called internal source and outside the business is called എന്താ പറയുന്നത്? external source. അപ്പൊ internal source ഉം external source ഉമാണ് sources of recruitment. അപ്പോൾ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് തരത്തിലുള്ള സോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. ഇനി നമുക്ക് ഇന്റേണൽ സോഴ്സസ് ഏതൊക്കെയെന്ന് നോക്കാം. ഇന്റേണൽ സോഴ്സ് എന്താണ്? ഈ ഇന്റേണൽ സോഴ്സ് ഇറ്റ് റെഫേഴ്സ് ടു ദ റിക്രൂട്ട്മെന്റ് ഫോർ ജോബ്സ് ഫ്രം വിത്തിൻ ദ എന്റർപ്രൈസ്. ഒരു സ്ഥാപനത്തിന് ഉള്ളിൽ നിന്ന് തന്നെ വേക്കൻസികൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും? അതാണ് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. It refers to the recruitment for jobs from within the അപ്പൊ റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ഥാപനത്തിന് ഉള്ളിൽ നിന്ന് തന്നെ. അപ്പൊ ഒരു സ്ഥാപനത്തിൽ വേക്കൻസി വന്നാൽ ആ സ്ഥാപനത്തിനുള്ളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേക്കൻസി ഫില്ല് ചെയ്യുന്നു. ഇതാണ് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇന്റേണൽ സോഴ്സസ് ഉണ്ടെന്ന് നോക്കാം. രണ്ട് തരത്തിലുള്ള ഇന്റേണൽ സോഴ്സ് ഉണ്ട്. അതായത് ട്രാൻസ്ഫറും പ്രൊമോഷൻ. രണ്ട് തരത്തിലുള്ള ഇന്റേണൽ സോഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ്ഫറും പ്രൊമോഷനും. എന്താണ് ട്രാൻസ്ഫർ എന്ന് നോക്കാം. ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. ഒരു സ്ഥാപനത്തിലെ ഒരു ജോലിയിൽ നിന്നും അതേ പൊസിഷനുള്ള മറ്റൊരു ജോലിയിലേക്ക് ഒരു എംപ്ലോയിയെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ട്രാൻസ്ഫർ എന്ന് പറയാം. എന്താണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ? ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. ദാറ്റ് മീൻസ് വൺ ജോബ് ഓർ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ. ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, അല്ല ഒരു ഷിഫ്റ്റിൽ നിന്നും മറ്റൊരു ഷിഫ്റ്റിലേക്ക്. ഇങ്ങനെ ഒരേ പൊസിഷനിലുള്ള ഒരു ജോലിയിൽ നിന്നും അതേ പൊസിഷനിലുള്ള മറ്റൊരു ജോലിയിലേക്ക് മാറ്റുന്നതിനെ എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ, or one department to another, or one shift to another. നോ ചേഞ്ച് ഇൻ റെസ്പോൺസ്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരേ പൊസിഷനിൽ നിന്നാണ് മാറ്റുന്നത്. അവിടെ എന്തും ഉണ്ടാവുന്നു? ദർ ഇസ് നോ ചേഞ്ച് ഇൻ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റിക്ക് ഇപ്പോഴുള്ള റെസ്പോൺസിബിലിറ്റി തന്നെ, ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. അപ്പൊ കൂടുതൽ റെസ്പോൺസിബിലിറ്റി കിട്ടുന്നില്ല. ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ അതേ പൊസിഷനിലുള്ള ഒരു ജോലിയിലേക്ക് മാറുന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യങ്ങൾക്കും ചേഞ്ച് ഇല്ല. എന്തിനു ചേഞ്ച് ഇല്ല? റെസ്പോൺസിബിലിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, സാലറി ചേഞ്ച് ചെയ്യുന്നില്ല, സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നില്ല. Does not increase in the number of employees. ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിന്റെ നമ്പറിലും യാതൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. കാരണം ആ സ്ഥാപനത്തിൽ തന്നെയാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. ഇറ്റ് അപ്ലൈഡ് ഫോർ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ്. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ ഇത് സഹകരിക്കും. കാരണം ഒരു ജോലിയിൽ നിന്ന് പല പല ജോലികൾ, ഒരേ പൊസിഷനുള്ള പല ജോലികൾ ചെയ്യുമ്പോൾ അവർക്കൊരു ട്രെയിനിങ് ആവും അല്ലെ? ഒരു ട്രെയിനിങ് പോലെ എംപ്ലോയീസിന് ഇങ്ങനെ ഷിഫ്റ്റ് അല്ലെ ട്രാൻസ്ഫർ പ്രയോജനപ്പെടുത്താം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ? ട്രാൻസ്ഫർ ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ, ഓർ വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ, ഓർ വൺ ഷിഫ്റ്റ് ടു അനദർ. ദർ ഈസ് നോ ചേഞ്ച് ഇൻ റെസ്പോൺസിബിലിറ്റി, സാലറി, സ്റ്റാറ്റസ്, and does not increase the number of employees, and also it applied for training of employees. നമ്മൾ ഇന്റേണൽ സോഴ്സിന്റെ ട്രാൻസ്ഫർ എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ്? പ്രൊമോഷൻ. നിങ്ങൾക്കറിയാം, ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു ഇവർക്ക് എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്ന ജോലിയിൽ നിന്നും എന്താണ് പറഞ്ഞത്? ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം ദ ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ. നിലനിൽക്കുന്ന പൊസിഷനിൽ നിന്നും ഒരു ഹൈ പൊസിഷനിലേക്ക്, അതിന്റെ ഉയർന്ന ഒരു പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതിനെ എന്ത് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. അവിടെ എന്ത് കൂടുന്നു? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫറിന് ഓപ്പോസിറ്റ് വരും. എന്തൊക്കെയാണ് ഇവിടെ? എന്തൊക്കെ കൂടുന്നു? റെസ്പോൺസിബിലിറ്റി കൂടും, കൂടുതൽ ഉത്തരച്ചുമതലയുണ്ട്. അതുപോലെ മോർ സാലറി കൂടുന്നു, സ്റ്റാറ്റസ് കൂടുന്നു, ആൻഡ് ബെറ്റർ ഫെസിലിറ്റീസ്, അവർക്കുള്ള ഫെസിലിറ്റിയും കൂടുന്നു.
does not increase the number of employees. എംപ്ലോയീസിന്റെ നമ്പറിൽ എണ്ണത്തിൽ മാത്രം മാറ്റമൊന്നുമില്ല. It improves motivation, loyalty and satisfaction. ഇത് ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒരു ലോവർ പൊസിഷനിൽ നിന്നും ഒരു ഹയർ പൊസിഷനിലേക്ക് എംപ്ലോയിക്ക് മാറ്റം കൊടുക്കുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ഇറ്റ് ഇംപ്രൂവ് മോട്ടിവേഷൻ, അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു പ്രചോദനം, പ്രേരണ ഉണ്ടാവുന്നു. ലോയൽറ്റി, ആ സ്ഥാപനത്തോടൊരു കൂറുണ്ടാവുന്നു. ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തിയും ഉണ്ടാവുന്നു. എന്തുകൊണ്ടാവും? അങ്ങനെ ലോവർ പോസ്റ്റിൽ ഹയർ പോസ്റ്റിലേക്ക് പോകുമ്പോൾ അവർക്ക് എല്ലാ രീതിയിലും ഒരു ഉയർച്ച ഉണ്ടാവുകയാണ്. എന്ത്? സാലറി കൂടുന്നു, സ്റ്റാറ്റസ് കൂടുന്നു, റെസ്പോൺസിബിൾ, എല്ലാ രീതിയിലും ഒരു ഉയർച്ച ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവും? മോട്ടിവേഷൻ ആണ്, ലോയൽറ്റി ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? ഇന്റേണൽ സോഴ്സ് എന്താണെന്ന് പറഞ്ഞു? പൊസിഷൻസ് ഫില്ലിംഗ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിനുള്ളിൽ തന്നെ വേക്കൻസി ഫില്ലുന്ന എന്ത് പറയും? ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയും. രണ്ട് തരത്തിലുള്ള ഇന്റേണൽ സോഴ്സ് ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ഒരേ പൊസിഷൻ അല്ലെ ഒരു പൊസിഷനും അതേ ലെവലുള്ള മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതിന് എന്ത് പറയും? ട്രാൻസ്ഫർ എന്ന് പറയും. അവിടെ ഒരു കാര്യങ്ങൾക്കും ചേഞ്ച് ഇല്ല. റെസ്പോൺസിബിലിറ്റി, സ്റ്റാറ്റസ്, സാലറി ഒന്നിനും ചേഞ്ച് ഇല്ല. നമ്പർ ഓഫ് എംപ്ലോയീസിനും ചേഞ്ച് ഇല്ല. ഇതൊരു ട്രെയിനിങ് ആയിട്ട് ആ എംപ്ലോയീസ് കണക്കാക്കുന്നു. പ്രൊമോഷനോ? ഷിഫ്റ്റിംഗ് ഫ്രം ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ. ഒരു ലോവർ പൊസിഷൻ ഹയർ പൊസിഷൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് കൂടും? റെസ്പോൺസിബിലിറ്റി കൂടുന്നു, സ്റ്റാറ്റസ് കൂടുന്നു, പിന്നെന്താണ്? സാലറി, റെസ്പോൺസിബിലിറ്റി, സ്റ്റാറ്റസ്, ഫെസിലിറ്റി ഇതെല്ലാം കൂടുന്നു. ബട്ട് നമ്പർ ഓഫ് എംപ്ലോയീസ് ഈസ് നോട്ട് ഇൻക്രീസ്ഡ്. പിന്നെ എന്താ പറഞ്ഞേ? ഇനി ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ മോട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ആവുന്നു, അവർ കൂടുതൽ ജോലി ചെയ്യാൻ പ്രേരണയാവുന്നു. ലോയൽറ്റി, കൂറ്, സ്ഥാപനത്തോടൊരു ആത്മാർത്ഥയും കൂറും ഉണ്ടാവും. ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് എന്തുണ്ടാവുന്നു? ഒരു സംതൃപ്തിയും ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. നമ്മൾ ഇന്റേണൽ സോഴ്സസ് പറഞ്ഞു അല്ലെ? ബിസിനസ്സിനുള്ളിൽ നിന്ന് തന്നെ, ആ സ്ഥാപനത്തിനുള്ളിൽ നിന്ന് തന്നെ വേക്കൻസി ഫില്ല് ചെയ്യുന്നു. പ്രൊമോഷനും ട്രാൻസ്ഫറും എന്ന് പറയും. ഇനി നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ്. എന്താ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ദി ഫില്ലിംഗ് ഓഫ് ജോബ് പൊസിഷൻസ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന് പുറത്തുനിന്ന് ആൾക്കാരെ ആ സ്ഥാപനത്തിലെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയാം. ഇറ്റ് പ്രൊവൈഡ് വൈഡ് ചോയ്സ് എൻട്രി ഓഫ് ന്യൂ ബ്ലഡ്. ഇവിടെ വൈഡ് ചോയ്സ് ഉണ്ട്, പുറത്തു നിന്നല്ലേ, അപ്പം അതിന് നല്ലൊരു സോഴ്സ് ഉണ്ട്. കൂടാതെ ന്യൂ ബ്ലഡിനെ കിട്ടുന്നു, പുതിയ ആൾക്കാരെ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. അപ്പം പുറത്തുനിന്ന്, സ്ഥാപനത്തിന് പുറത്തു നിന്ന് വേക്കൻസി ഫില്ല് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയാം. ഇനി ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയാം? ഫസ്റ്റ് വൺ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. അതായത് ഒരു സ്ഥാപനത്തില് വേക്കൻസി ഉണ്ടാകുമ്പോൾ, അതായത് ജോലി കൂടുതലുള്ളപ്പോൾ അല്ലെങ്കിൽ കുറച്ചു പേര് ലീവ് ആകുമ്പോൾ പെട്ടെന്ന് താൽക്കാലിക ജോലിക്കാരെ വേണ്ടി വരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ലിസ്റ്റ് എടുത്തിട്ട് ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു വെക്കും. അപ്പൊ ഇത് ജോലി അന്വേഷിച്ച് പോകുന്നവർ ഇത് കണ്ടെത്തിയിട്ട് അവർ ഇവിടെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യും. എന്നിട്ട് അവര് ജോലി ചെയ്തിട്ട് അവരങ്ങ് പോകും. അപ്പം താൽക്കാലികമായിട്ട് എടുക്കുന്നവരെ ഇത് പെട്ടെന്ന് റിക്രൂട്ട് ചെയ്തിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. A notice is placed on the notice board of the enterprise detailing the job available. എത്ര പേരെ ആവശ്യമുണ്ട്, ഏത് ജോലിക്കെന്നൊക്കെ നോട്ടീസ് ബോർഡിൽ കാണും. അത് കണ്ടിട്ട് ആൾക്കാർ അന്നേരം തന്നെ അപേക്ഷിക്കുന്നു. അപ്പോൾ തന്നെ റിക്രൂട്ട് ചെയ്ത് ജോലി കയറും. ഇതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. രണ്ടാമത്തെ കാഷ്വൽ കോളേഴ്സ് ആണ്. എന്താണ് കാഷ്വൽ? ഓർഗനൈസേഷൻസ് കീപ് എ ഡേറ്റാബേസ് ഓഫ് അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻസ് ഇൻ ദെയർ ഓഫീസ്. അപ്പൊ ഈ ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? കുറെ ഡേറ്റാബേസ് കളക്ട് ചെയ്ത് വെക്കും. കാരണം ജോലി നല്ല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ്, അവരുടെ ബയോഡേറ്റ വെച്ചുകൊണ്ട് അവരെ സ്ക്രീൻ ചെയ്താലേ അൺസോളിസിറ്റഡ് ആപ്ലിക്കൻസ് ആണ്. അവർക്ക് ജോലി കിട്ടിയിട്ടില്ല, അവരുടെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചാൽ ഇനി ഉള്ളപ്പോൾ പറയാം, ജോലി ഉള്ളപ്പോൾ പറയാമെന്ന് പറയും. അപ്പൊ ഈ ഡേറ്റ വെച്ച് കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എപ്പോൾ ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് ആ സമയത്ത് ഈ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ അപ്ലൈ ചെയ്യുന്നു, അവരെ ആ വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യുന്നു. ഇതിനെന്ത് പറയും? കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റാബേസ്, ഒരു ഡേറ്റാ ബാങ്ക് ഉണ്ട്, അതിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതിന് എന്ത് പറയുന്നു? കാഷ്വൽ കോളേഴ്സ് എന്ന് പറയും. മൂന്നാമത്തത് അഡ്വർടൈസിങ്, പരസ്യം ചെയ്യാൻ. എന്താണ് പരസ്യം? നമുക്കറിയാം, എല്ലാവർക്കും കേട്ടിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരസ്യം എന്ന് പറയുന്നത്, ഇല്ലയോ? നമ്മൾ ന്യൂസ് പേപ്പറിലൂടെ, റേഡിയോ, ടെലിവിഷൻ,
ഓൺലൈനായിട്ട് നെറ്റിലൂടെ ഒക്കെ നമ്മൾ കാണുന്നതാണ് ഇത് അഡ്വർടൈസ്മെന്റ്. ഏറ്റവും നല്ലൊരു സോഴ്സാണ്. അതായത് ടെക്നിക്കലായിട്ട് മാനേജീരിയലായിട്ടുള്ള കാര്യക്ഷമതയുള്ള നല്ല എഫിഷ്യൻ്റ് ആയ ആൾക്കാരെ നമുക്ക് ഏത് മേഖലയിൽ നിന്നും കണ്ടെത്താൻ ഏത് വരുന്നു? എക്സ്റ്റേണൽ സോഴ്സായ അഡ്വർടൈസ്മെന്റ് വരുന്നു. അപ്പോൾ അഡ്വർടൈസ്മെന്റ് നമുക്ക് പത്രങ്ങളിലൂടെ, TV, റേഡിയോ, അതുപോലെ മാസികകളിൽ, ജേർണൽസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് വേക്കൻസികൾ അറിയാൻ പറ്റും. നാലാമത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണ്, ഒരു സ്ഥാപനമാണ് എന്ത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഇവിടെ നമ്മൾ ഓരോ ക്വാളിഫിക്കേഷൻ നേടുമ്പോഴും നമ്മളിവിടെ പേര് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഇത് 3 വർഷം ഒരിക്കലും പുതുക്കണം. പുതുക്കുമ്പോൾ വേക്കൻസി വരുമ്പോൾ ഓരോ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഇവിടുന്ന് ആൾക്കാരെ ഓരോ സ്ഥാപനത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ സീനിയോറിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പുതുക്കി വെക്കണം. പുതുക്കിയില്ലെങ്കിൽ സീനിയോറിറ്റി കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയാണ് പലർക്കും ജോലി നഷ്ടമാകുന്നത്. ഇതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. എന്താ ഇത് റൺ ബൈ ദ ഗവൺമെന്റ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ്. ഇത് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. അടുത്തത് പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. പ്ലേസ്മെന്റ് ഏജൻസി, അതായത് ചില ഏജൻസികളുണ്ട് ഇങ്ങനെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ ചില സ്ഥാപനങ്ങളിലേക്ക് ആൾക്കാരെ, പല തരത്തിലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ചില സ്ഥാപനങ്ങൾ ആൾക്കാരെ ഇത്ര ആൾക്കാരെ വേണം, ഇന്ന വേക്കൻസി എന്ന് പറയുമ്പോൾ ഈ ഏജൻസികൾ വിട്ടുകൊടുക്കും. ആൻഡ് മാനേജ്മെന്റ്, ഇത് മാനേജ്മെന്റ് കൺസൾട്ടന്റ്, ഇങ്ങനെ ഏജൻസികളുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു? ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് വേണ്ട ആൾക്കാരെ അവർ കരുതി വെച്ചിട്ട് ഈ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ളവരെ വിട്ടുകൊടുക്കും. ഇതാണെന്ത്? പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. അപ്പൊ ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. നോട്ടീസ് ബോർഡിലെ വേക്കൻസികൾ എഴുതിയിടുന്നു, അവരിൽ നിന്നും പെട്ടെന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്ത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. കാഷ്വൽ കോളേഴ്സ്, ആ സ്ഥാപനത്തിൽ ഒരു ഡേറ്റ ബാങ്ക് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ആവശ്യമുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നു. കാഷ്വൽ കോളേഴ്സ്. അഡ്വർടൈസ്മെന്റ്, പത്രത്തിലൂടെ, റേഡിയോ, ടെലിവിഷൻ, ജേർണലുകളിലൂടെ ഒക്കെ ഉള്ള ന്യൂസ് അഡ്വർടൈസ്മെന്റ്. അത് പരസ്യമാണെന്ത്? ഏറ്റവും നല്ല മാർഗമാണെന്ത്? ഏറ്റവും നമുക്ക് ആവശ്യമുള്ളവരെ എല്ലാം കിട്ടുന്ന ഒരു സോഴ്സാണെന്ത്? അഡ്വർടൈസ്മെന്റ്. അടുത്ത എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഒരു ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്താൽ നമ്മൾ 3 വർഷം ഒരിക്കലും പുതുക്കണം. ഇങ്ങനെ പുതുക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും? വേക്കൻസി വരുമ്പോൾ ഇവരിത് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ജോലി കിട്ടും. അടുത്ത പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. ഇവിടെ ഏജൻസികളാണ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്, അല്ലെ പ്ലേസ്മെന്റ് ഏജൻസികളാണ്. ഇവര് റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ കണ്ടെത്തി വെക്കുന്നു, നമുക്ക് ഓരോ സ്ഥാപനത്തിനും ആവശ്യമുള്ളവരെ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കും. എന്താണ് പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്? മനസ്സിലായല്ലോ 4 എക്സ്റ്റേണൽ സോഴ്സസിന്റെ 5 പഠിച്ചു. ബാക്കിയുള്ളത് നോക്കാം. 6ാമത്തെ പോയിന്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ഇപ്പോൾ കോളേജുകളും അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ആയിട്ടുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു സോഴ്സ്, പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമ്പസിൽ ചെന്ന് എന്ത് ചെയ്യുന്നു? ഈ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവർ ഫ്രഷ് ഹാൻഡ് ആണ്, പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവർക്ക് ജോബ് കൊടുക്കുന്നു. ഇതാണെന്ത്? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. കോളേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫർ ഓപ്പർച്യൂണിറ്റീസ് ടു സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്, നിങ്ങൾക്കൊരു അവസരം. അത് എംപ്ലോയർക്കും എന്താണ്? ഒരവസരം. പല ഓർഗനൈസേഷനും അതൊരു നല്ല അവസരമാണ്, സ്റ്റുഡൻസിനും നല്ലൊരു അവസരമാണ്. അതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. നെക്സ്റ്റ്, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരുടെ റിലേറ്റീവ്സിന് അല്ല അവരുടെ പരിചയക്കാർക്ക് ആർക്കെങ്കിലും ഒക്കെ റെക്കമെൻഡ് ചെയ്യും. ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളുണ്ട്, ആൾക്കൊരു ജോലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്ഥാപനം എന്ത് ചെയ്യും? ജോലി കൊടുക്കുന്നു. ഇതാണ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് എംപ്ലോയീസ്. നെക്സ്റ്റ്, ലേബർ കോൺട്രാക്ടേഴ്സ്. ഇനി ഈ വർക്കേഴ്സിനെ ഇങ്ങനെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നവരുണ്ട്. ഇപ്പൊ 100 ഇന്ന് ദിവസവേതനത്തിന് ഒരു 100 ജോലിക്കാരെ വേണം എന്ന് പറഞ്ഞ കോൺട്രാക്ട് 100 പേരെ ജോലി കൊടുക്കും. ഇങ്ങനെ അവരുടെ കയ്യിൽ ഒത്തിരി ജോലിക്കാരുണ്ട്, ഇവർ കരുതിയിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥാപനങ്ങളെ എത്ര പേരെ വേണമെന്ന് പറഞ്ഞാൽ അത്രയും പേരെ വിട്ടുകൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു ദോഷം, ഇത്രയും ആൾക്കാരെ പിൻവലിക്കാനും അവർക്ക് കോൺട്രാക്ടർക്ക് കഴിയുന്നു എന്നുള്ളത്. അത് ലേബർ കോൺട്രാക്ടേഴ്സ് is applied unskilled workers at short notice. നെക്സ്റ്റ്, അഡ്വർടൈസിംഗ് ഉണ്ട്. നമ്മൾ അഡ്വർടൈസ്മെന്റ് പഠിച്ചു. അതെന്തായിരുന്നു? ജേണലുകൾ, അതായത് ന്യൂസ് പേപ്പറുകൾ, മാഗസിൻ, അതിലൊക്കെയുള്ള അഡ്വർടൈസ്മെന്റ് ആണ് നേരത്തെ പഠിച്ചത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് അഡ്വർടൈസിംഗ് ഓൺ ടെലിവിഷൻ. നമുക്കറിയാം ടിവിയിലെ പരസ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി പരസ്യങ്ങൾ നമ്മൾ ടെലിവിഷനിൽ പരിപാടി കാണാൻ അതിനേക്കാൾ കൂടുതൽ പരസ്യങ്ങളാണ്. അഡ്വർടൈസിംഗ് ഓൺ
ടെലിവിഷൻ. അടുത്ത വെബ് പബ്ലിഷിംഗ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് വെബ് പബ്ലിഷിംഗ്. നമുക്ക് ജോബ് സീക്കേഴ്സിന് ജോലി വേണമെങ്കിൽ നെറ്റിൽ നോക്കിയാൽ മതി. വെബ് പബ്ലിഷിൽ എന്തുണ്ട്? പല വെബ്സൈറ്റുകളുമുണ്ട് ഈ പുതിയ പുതിയ ജോലി സാധ്യതയെ കുറിച്ച്, അല്ലെ എവിടെങ്കിലുമൊക്കെ ജോലികളുണ്ട് അല്ലെങ്കിൽ അത് അറിയാനായിട്ട് എന്താ വെബ്സൈറ്റ് നോക്കിയാൽ മതി. പബ്ലിഷിംഗ് ത്രൂ ഇന്റർനെറ്റ്. ഇത് എങ്ങനെ അറിയാം? ഇന്റർനെറ്റിലൂടെ നെറ്റ് നോക്കിയാൽ നമുക്ക് എന്തറിയാം? ഈ വെബ്സൈറ്റുകളെല്ലാം കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റേണൽ സോഴ്സുകൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 5 എണ്ണം പഠിച്ചായിരുന്നു. ബാക്കി ഏതൊക്കെയാണ് പറഞ്ഞത്? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്, ലേബർ കോൺട്രാക്ടേഴ്സ്, അഡ്വർടൈസിംഗ് ഓൺ ടെലിവിഷൻ, വെബ് പബ്ലിഷിംഗ്. അപ്പൊ ഇത്രയാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്.